എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചോദ്യം 1. അമേരിക്ക ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത് എന്നാണ്? ഉത്തരം 1945 ഓഗസ്റ്റ് 6. ചോദ്യം 2. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? ഉത്തരം 1945 ഓഗസ്റ്റ് 9. ചോദ്യം 3. ജപ്പാനിലെ നഗരങ്ങളിൽ അണുബോംബ് വർഷിച്ച രാജ്യം ഏത്? ഉത്തരം അമേരിക്ക. ചോദ്യം 4. അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക ആണവായുധം പ്രയോഗിച്ചത്? ഉത്തരം പേൾ ഹാർബർ. ചോദ്യം 5. ഹിരോഷിമ നഗരം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ജപ്പാൻ. ചോദ്യം 6. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത് ആര്? ഉത്തരം അമേരിക്ക. അമേരിക്കയാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച രാജ്യം. ചോദ്യം 7. ഹിരോഷിമയിൽ വർഷിക്കപ്പെട്ട ബോംബിൻ്റെ പേരെന്ത്? ഉത്തരം ലിറ്റിൽ ബോയ്. അതായത് ലിറ്റിൽ ബോയ് ആണ് ഹിരോഷിമയിൽ വർഷിക്കപ്പെട്ട ബോംബ്. ചോദ്യം 8. നാഗസാക്കിയിൽ വർഷിച്ച ബോംബിൻ്റെ പേരെന്തായിരുന്നു? ഉത്തരം ഫാറ്റ്മാൻ. അതായത് ഫാറ്റ്മാൻ ആണ് നാഗസാക്കിയിൽ വർഷിച്ച ബോംബ്. ചോദ്യം 9. ജപ്പാനിൽ അണുബോംബ് വർഷിക്കാൻ നിർദ്ദേശം കൊടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആര്? ഉത്തരം ഹാരി എസ് ട്രൂമാൻ. ചോദ്യം 10. ലിറ്റിൽ ബോയിയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏത്? ഉത്തരം യുറേനിയം 235. ചോദ്യം 11. ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു ഏത്? ഉത്തരം പ്ലൂട്ടോണിയം 239. അതായത് പ്ലൂട്ടോണിയം 239 ആണ് ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു. ചോദ്യം 12. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ്. ഹിരോഷിമയുടെ ഫോട്ടോഗ്രാഫർ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം യോഷിറ്റോ മാറ്റ് സുഷിഗെ. അതായത് യോഷിറ്റോ മാറ്റ് സുഷിഗെയാണ് ഹിരോഷിമയുടെ ഫോട്ടോഗ്രാഫർ എന്ന് അറിയപ്പെടുന്നത്. അതായത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം 13 എന്താണെന്ന് വെച്ചാൽ ബോംബിൽ നിന്നും രക്ഷപ്പെട്ടവർ വരച്ച ചിത്രങ്ങളുടെയും കലാസൃഷ്ടികളുടെയും സമാഹാരം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ്? ഉത്തരം അൺഫോർഗറ്റബിൾ ഫയർ. അതായത് ബോംബിൽ നിന്നും രക്ഷപ്പെട്ട ആളുകൾ വരച്ച ചിത്രങ്ങളുടെയും കലാസൃഷ്ടികളുടെയും സമാഹാരം അൺഫോർഗറ്റബിൾ ഫയർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചോദ്യം 14. ബോംബ് സ്ഫോടനത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഹിബാക്കുഷ്. അതായത് ഹിബാക്കുഷ് എന്ന പേരിലാണ് ബോംബ് സ്ഫോടനത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ അറിയപ്പെടുന്നത്. ഈ ഹിബാക്കുഷ് എന്ന് പറയുന്ന ആളുകൾ വരച്ച ചിത്രങ്ങളെയും കലാസൃഷ്ടികളെയുമാണ് നമ്മൾ അൺഫോർഗറ്റബിൾ ഫയർ എന്ന് പറയുന്നത്. ചോദ്യം 15. ഹിബാക്കുഷ എന്ന ജപ്പാനീസ് പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം സ്ഫോടനം ബാധിച്ച ആളുകൾ. അതായത് സ്ഫോടനം ബാധിച്ച ആളുകൾ എന്നാണ് ഹിബാക്കുഷ എന്ന ജപ്പാനീസ് പദത്തിൻ്റെ അർത്ഥം. ഹിബാക്കുഷ എന്നാൽ ബോംബിൽ നിന്നും രക്ഷപ്പെട്ട ആളുകളെയാണ് നമ്മൾ ഹിബാക്കുഷ എന്ന് വിളിക്കുന്നത്. ചോദ്യം 16. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ 2 സ്ഫോടനത്തിൽ നിന്നും അതിജീവിച്ചവരെ എന്താണ് വിളിക്കുക? ഇത് വളരെ എളുപ്പമുള്ളൊരു പേരാണ്. ഉത്തരം ഹിരട്ട ഹിബാക്കുഷികൾ. അതായത് ബോംബ് സ്ഫോടനത്തിൽ നിന്നും രക്ഷപ്പെട്ടവരെ നമ്മൾ ഹിബാക്കുഷികൾ എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ 2 സ്ഫോടനങ്ങളെയും അതിജീവിച്ചവരെ ഇരട്ട ഹിബാക്കുഷികൾ എന്നാണ് വിളിക്കുക. അപ്പം 1-ാം പാർട്ട് ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്.